ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറയുന്ന ഒരു അൽഗോ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഈ സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു അൽഗോയാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു അൽഗോ തന്നെയാണിത്. ഈ ഒരു അൽഗോ ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, അതേപോലെ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈഡിൽ നിന്നായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പക്ഷേ റിസ്ക് പെർസെൻറ്റേജ് എത്രയെന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് നമ്മുടെ ക്യാപിറ്റലിനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിസ്ക് മാനേജ്മെൻറ്റെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗത്തോട്ട് വരാം. അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതായിരിക്കും. എല്ലാ ഭാഗവും കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ട് വാച്ച് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അൽഗോയുടെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ ഒരു അൽഗോ എങ്ങനെയാണ് നമുക്ക് സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്കിവിടെ എപ്പോഴും ലഭിക്കുന്ന കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ഒരു അൽഗോ മൊബൈലിൽ റൺ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ആൻസറാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് അൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത് മൊബൈലിൽ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് മാനുവൽ ട്രേഡ് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് MT5 മൊബൈൽ ആപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് മാനുവൽ ട്രേഡ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ VPSൽ ട്രേഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന അൽഗോ ട്രേഡിങ്ങിന് വാച്ച് ചെയ്യാനും മാത്രമേ നമുക്ക് മൊബൈൽ ആപ്പിലൂടെ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെ ഈ ഒരു അൽഗോ ട്രേഡിംഗ് റൺ ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ PC നമുക്ക് റൺ ചെയ്യാം. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു PC, നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും 24 അവർ റൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അൽഗോ ട്രേഡിംഗ് പ്രോപ്പർലി വർക്ക് ചെയ്യത്തില്ല. നമുക്ക് ഈ ഒരു MT5ൻ്റെ ആപ്പും അതേപോലെ സിസ്റ്റവും എപ്പോഴും റൺ ആയിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ട്രേഡിൻ്റെ കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ ട്രേഡ് പ്ലേസ് ആകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് നമുക്ക് VPS, വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളത്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ അൽഗോ ട്രേഡിംഗ് എല്ലാം റൺ ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യുന്നത്, നമ്മളൊരു സിസ്റ്റം 24 അവർ റൺ ചെയ്യുന്ന ഒരു സെർവറിനെ നമ്മൾ റെൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. വിൻഡോസിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ റെൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നമ്മുടെ MT5ൻ്റെ ആപ്പ് MT5ൻ്റെ സെറ്റപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സെറ്റപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ അൽഗോ ട്രേഡിംഗ് റൺ ചെയ്യുന്നു. അപ്പോൾ അത് 24 അവർ റൺ ചെയ്യുന്ന 24/7 അത് റൺ ചെയ്യുന്നുണ്ടാവും. നമ്മൾക്ക് അത് മോണിറ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനകത്ത് റൺ ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് അതിനകത്ത് കണക്ട് ചെയ്ത് റൺ ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൽ നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അൽഗോ ട്രേഡിംഗ് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് നമ്മുടെ ഫോൺ സിസ്റ്റത്തിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24 അവറും നമ്മുടെ സിസ്റ്റം എപ്പോഴും ഓൺ ആയിരിക്കണം. അതേപോലെ സ്ലീപ്പ് മോഡ്, അതേപോലെ ഹൈബർനേഷൻ മോഡിലോട്ടൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഇൻ്റർനെറ്റ് ഒന്നും കട്ടാവാത്ത രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മൾ VPS സെർവർ റെൻ്റ് ചെയ്യുന്നത്. അതിന് മന്ത്ലി ഇത്ര ചെറിയൊരു എമൗണ്ട് കോസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്, സർവീസ് ചാർജായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അൽഗോ ട്രേഡിങ്ങിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അൽഗോ സ്മാർട്ട് ട്രേഡർ പ്ലസ് കറൻറ്റ് വെർഷൻ 2 ആണ്. നമ്മൾ കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അൽഗോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്തത് എന്നുള്ളതെല്ലാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ സ്ട്രാറ്റജി റിവീൽ ചെയ്യുന്നില്ല, പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അൽഗോ യൂസ് ചെയ്തുകൊണ്ട് എപ്പോഴും ഏത് അൽഗോ നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളെപ്പോഴും ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ബാക്ക് ടെസ്റ്റിങ്ങിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഡേറ്റയിൽ നമുക്ക് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ബാക്ക് ടെസ്റ്റിംഗ് ഡേറ്റ നമുക്ക് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോർവേഡ് ടെസ്റ്റിംഗ് ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അൽഗോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെമോ ആക്സസ് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഫോർവേഡ് ടെസ്റ്റ് ഒരു 1 month 2 month ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, ലൈവ് ട്രേഡിങ്ങിൽ ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് ആദ്യമായിട്ട് ഈ ഒരു അൽഗോ നോക്കുന്ന ആൾക്ക് ഫസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഡെമോ അക്കൗണ്ടിലോട്ട് റൺ ചെയ്യാനായിരിക്കും.
അപ്പോൾ ആദ്യമായിട്ട് ഡെമോയിൽ ചെയ്ത് ഒരു ഓക്കെ ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ റിയൽ അക്കൗണ്ടിലോട്ട് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അൽഗോ തന്നെയാണിത്. ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളോട്ടെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് ട്രേഡ് എടുക്കുന്നത് അങ്ങനെയെല്ലാം നമ്മളിവിടെ നോക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു അൽഗോ വർക്ക് ചെയ്യുന്നത് ഗോൾഡിലാണ്, XAUUSD എന്ന് പറയുന്ന പെയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. BTCUSDയിലും വർക്ക് ചെയ്യുന്നുണ്ട്. വീക്കെൻഡിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് BTCUSDയിലോട്ട്. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി നമുക്ക് XAUUSDയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ BTCയിലും XAUUSDയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വീക്ക് ഡേയ്സിൽ എപ്പോഴും XAUUSDയിലും അതേപോലെ വീക്കെൻഡ്സിൽ നമ്മൾ BTCUSDയിലും റൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വീക്കെൻഡ്സിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അന്ന് മാർക്കറ്റിൽ വോളിയം നല്ല രീതിയിൽ കുറവായതുകൊണ്ട് നമുക്ക് വീക്ക് ഡേയ്സിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ മാത്രം നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ XAUUSDയിൽ മാത്രം ചെയ്യാം. ഇനി വീക്കെൻഡ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിലും BTCUSDയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അൽഗോ നമുക്ക് ഡെമോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആക്സസ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ വരേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സിലോട്ടാണ്. ഓക്കെ, ഈ ഒരു അഡ്രസ്സിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അഡ്രസ്സ് നമ്മൾ ഓൾറെഡി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു അഡ്രസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതംസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മളിപ്പോൾ പറയുന്നത് സ്മാർട്ട് ട്രേഡർ പ്ലസ് വെർഷൻ 2നെ പറ്റിയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇന്നലത്തെ അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ്. ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലൈവായിട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരിക. അതിനുശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരെ പോകുന്ന ഒരു ഗൂഗിൾ ഡ്രൈവിലോട്ടായിരിക്കും. ഓക്കെ, ഇവിടെ 2 ഫയൽ കാണാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അൽഗോ ഫയലാണ്, ഈ കാണുന്ന ഫയൽ. അതേപോലെ അടുത്തൊരു ഫയൽ, ഇതെങ്ങനെയാണ് നമുക്ക് ആക്സസ് കിട്ടുന്നതെന്ന് പറയുന്നിട്ടുള്ളൊരു നോട്ടാണ്. ഓക്കെ, ഈ ഗൈഡിനകത്ത് നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഈ കാണുന്ന ഒരു സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വെർഷനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഒരു യൂസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് അക്കൗണ്ടിലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ടിൻ്റെ ID പ്ലസ് സെർവർ, ഈ 2 ഡീറ്റെയിൽസ് നമുക്ക് സെൻഡ് ചെയ്ത് തരേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ഒരു ID നമുക്ക് നമ്മുടെ ബ്രോക്കറിലോട്ട് പോയി കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു IDയും അതേപോലെ തന്നെ ഈ ഒരു സെർവറും അയച്ചു തരേണ്ടതുണ്ട്. ഈ 2 ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരേണ്ടത് ഇവിടെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, കോൺടാക്ട് അസ് ഓൺ വാട്സാപ്പ്. ഈ ഒരു നമ്പറിലോട്ടാണ് നമുക്ക് അയച്ചു തരേണ്ടത്. നമ്മൾ വിത്തിൻ ഒരു 1 to 4 hourനുള്ളിൽ നമ്മൾ നമ്മുടെ ഡേറ്റയിൽ ഈ ഒരു അഡ്രസ്സ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കി ആക്സസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിലോട്ട് പോയി ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത്തത് നിങ്ങൾ ഈ ഒരു അഡ്രസ്സും സെർവറും നമുക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു അൽഗോ ഫയൽ ഇവിടെ കാണാൻ പറ്റും. .ex5 എന്ന് പറയുന്നൊരു ഫയലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു ഫയൽ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം MT5ലോട്ട് വന്നു നമുക്ക് ഏത് അക്കൗണ്ടിലോട്ടാണോ കണക്ട് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം, MT5 ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നമ്മളിവിടെ ഫയലിലോട്ട് വരുന്നു, ഓപ്പൺ ഡേറ്റ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് വരുന്നു. അപ്പോൾ ഒരു ഫോൾഡർ ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് MQL5 എന്ന് പറയുന്ന ഫോൾഡർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പെർട്ട് എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഫോൾഡറിലോട്ട് വന്നിട്ട് നമ്മളിവിടെ ഈ ഒരു അൽഗോ പേസ്റ്റ് ചെയ്യുന്നു. ഈ അൽഗോയുടെ ഫയൽ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊരു പേസ്റ്റ് കൊടുക്കുന്നു. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫയൽ ഉള്ളത് കൊണ്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്യുന്നില്ല. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും MT5ലോട്ട് വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഈ ഒരു എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. ഈ ഒരു സെക്ഷനിലോട്ട് വന്നിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ അതിലോട്ടൊന്ന് ഈ ഒരു ആരോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ആവും. ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു എവിടെയെങ്കിലും ഒരു ഏരിയയിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റിഫ്രഷ് കൊടുക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു MT5 ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റിഫ്രഷ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറയുന്ന ഒരു വെർഷൻ കാണാൻ പറ്റും, ഒരു ഫയൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഒരു ഗൂഗിൾ ഡ്രൈവ് ഫയലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കൊരു ഹൗ ടു ഗൈഡ് സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഓപ്പണായി വരുന്നുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു
ലിങ്ക് ഉണ്ടാവും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെൻറ്റിലോട്ട് പോകും. ഇവിടെ നമുക്കിത് ബാക്കി കാര്യങ്ങൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓരോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഏരിയയിലോട്ട് താഴോട്ട് വരുമ്പോൾ 6ാമതൊരു പോയിന്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ലിങ്ക് നമ്മളിവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ടൂൾസ്, ഓപ്ഷൻസ്, എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലിങ്ക് ഇത്രയും നമ്മൾ കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ശേഷം MT ഫയലിലോട്ട് പോയി ഇവിടെ ടൂൾസ് അതേപോലെ ഓപ്ഷൻസ് ഈ ഒരു വിൻഡോയിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ടാണ് നമ്മൾ വരുന്നത്. അതിനുശേഷം നമുക്കിവിടെ അലോ വെബ് റിക്വസ്റ്റ് ഫോർ ലിസ്റ്റഡ് URL എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ ഡിസേബിൾ ആയിരിക്കും, നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് 2 ഏരിയ ആയിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ആഡ് ന്യൂ URL ലേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക, ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈസൻസിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളെ ഡാറ്റ നമുക്ക് തന്ന ആ ഒരു ഐഡിയും അതേപോലെ സെർവർ നമ്മുടെ ഡാറ്റയിലോട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 1 to 4 ഹവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആക്സസ് കിട്ടുന്നതായിരിക്കും. ഡെമോ ട്രേഡ് ചെയ്യാനുള്ളൊരു ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ പെയ്ഡ് ആണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളുമായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഡെമോയിൽ റൺ ചെയ്യാമെന്നുള്ള, ഫ്രീ ആയിട്ട് റൺ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ആക്സസ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സെയിം പ്രോസസ്സ് തന്നെയാണ് റിയലിൽ ചെയ്യുമ്പോഴും വരുന്നത്, പക്ഷേ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ആക്സസ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു ലിങ്കും കൂടെ ഇവിടെ കാണാൻ പറ്റും, script.google.com. ഈ ഒരു ലിങ്കും കൂടെ നമ്മൾ സെയിം കോപ്പി ചെയ്യുന്നു. വീണ്ടും ടൂൾസ്, ഓപ്ഷൻസ് വരുന്നു. ഇവിടെ നമ്മൾ ഒന്നും കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് എ ന്യൂ URL ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ശേഷം എൻ്റർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്തത് സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 to 4 അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്സസ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആൽഗോയിൽ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ ആക്സസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്മാർട്ട് ട്രേഡർ പ്ലസ് വെർഷൻ 2.0, അതേപോലെ ലാസ്റ്റ് അപ്ഡേറ്റഡ് 30/12/25. ഈ ഡേറ്റിൽ നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ടെന്ന് കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കോൺസ്റ്റൻ്റ് ഈ ഒരു അഡ്രസ്സിലോട്ട് നിങ്ങൾ വെബ്സൈറ്റിലോട്ട് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോഴും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റുകൾ വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിവിടെ സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാവും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരെ അവിടെ യെസ് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ XAUUSD എന്ന് പറയുന്ന പേരിലായിരിക്കണം നമ്മളിവിടെ ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്കിവിടെ ക്ലിക്ക് ടു ആഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ XAUUSD എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്കവിടെ ആ ഒരു സിമ്പിൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ശേഷം അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചാർട്ട് വിൻഡോ കൊടുക്കാം. ചാർട്ട് വിൻഡോ കൊടുക്കുമ്പോൾ നമുക്ക് ചാർട്ട് ഇവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ്, കളർ ചേഞ്ച് എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീസിലോട്ട് റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കീമിനകത്ത് നമുക്കിവിടെ കളർ ചേഞ്ച് കൊടുക്കാം. കളർ ഓൺ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പ്രൈസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ ആസ്ക് പ്രൈസും ലാസ്റ്റ് പ്രൈസും ഓൺ ആക്കിയിടാം. ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും ഓൺ ആക്കിയിടാം. അതേപോലെ തന്നെ പീരീഡ് സെപ്പറേറ്റേഴ്സ് നമുക്ക് ഓൺ ആക്കിയിടാം. നമുക്ക് ഓരോ ദിവസത്തെയും ഓരോ ദിവസവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും. ശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഈ ഒരു അൽഗോ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്കിവിടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അൽഗോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടൈം ഫ്രെയിം അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടൈം ഫ്രെയിം ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ട് തന്നെ ഇവിടെ അൽഗോ ടൈം ഫ്രെയിം സെലക്ട് ചെയ്ത് എടുത്തോളും. ഓക്കെ, നമ്മൾ ടൈം ഫ്രെയിം മാറി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഒരു അൽഗോ സ്ക്രീൻ ചാർട്ടിലോട്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് ഒന്നുകിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലാന്നുണ്ടെങ്കിൽ
നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലായിരിക്കും വരുന്നത്. അതിന് മുമ്പ് ആദ്യം നമുക്കിവിടെ കോമൺ ടാബ് ഉണ്ടാവും. ഈ ഒരു ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്കതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് റീഡ് ചെയ്ത് നോക്കണം. അതേപോലെ ഇൻപുട്ട് ടാബ്സിൽ നമുക്ക് ഒരു സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്. നമുക്കതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഈ ഒരു ആൽഗോ സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാം. ഓക്കെ, അതിനായിട്ട് ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ബേസ് ഇക്വിറ്റി ഫോർ എമർജൻസി സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു റിസ്ക് ലിമിറ്റിന് അടിയിലാണ് അത് വരുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ, എക്സാമ്പിൾ നമ്മളൊരു $1000 നമ്മുടെ ക്യാപിറ്റലായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു അൽഗോ ട്രേഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ $1000 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 1000 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കണം. ഓക്കെ, നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട്, സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ എമൗണ്ടാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എമർജൻസി സ്റ്റോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കുന്നത്. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് കൊടുക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൈസൻസും കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ്, അതേപോലെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് ഓതറൈസർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതേപോലെ നിങ്ങളുടെ എക്സ്പയറി ഡേറ്റും ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു അൽഗോ എപ്പോഴായിരിക്കും എക്സ്പയർ ആവുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ കണക്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഈ ഒരു അൽഗോയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ്, ഈ ഒരു അൽഗോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്. അത് നമുക്ക് രണ്ടായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു അൽഗോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് $500 ആണ്. മിനിമം $500 എങ്കിലും നമുക്ക് ഈ ഒരു അൽഗോ യൂസ് ചെയ്യാനായിട്ട് വേണം. അത് ഇത്രത്തോളം എമൗണ്ട് വേണമെന്ന് മിനിമം വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു അൽഗോ റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് ലോട്ട് സൈസ് കാൽക്കുലേഷൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അൽഗോയ്ക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിന് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ട്രേഡ്സ് ഓപ്പൺ ആവില്ല. അപ്പോൾ നമുക്ക് കുറേ ട്രേഡ്സുകൾ മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിനിമം ക്യാപിറ്റൽ വെക്കുന്നത് ഈ ഒരു 500 എന്ന് പറയുന്നൊരു എമൗണ്ടാണ്. ഓക്കെ, അത്യാവശ്യം ഇതിന് മേളിൽ എമൗണ്ട് ഉണ്ടെങ്കിലായിരിക്കും ഏറ്റവും സേഫായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ 500-ൻ്റെ താഴെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സെൻഡ് അക്കൗണ്ടിലായിരിക്കും അതിനെ റൺ ചെയ്യാൻ നോക്കേണ്ടത്. നമുക്ക് 500 എന്ന് പറയുന്ന എമൗണ്ട് യൂസ് ചെയ്യാം, അല്ല അതിന് താഴെ ഉള്ള എമൗണ്ട് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെൻഡ് അക്കൗണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെൻഡ് അക്കൗണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു $100 ഇട്ട് ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. $100 ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ 10,000 സെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, 10,000 സെൻറ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ കറക്റ്റായിട്ട് നടക്കും. നമുക്ക് സെയിം പ്രോഫിറ്റ് തന്നെ ആയിരിക്കും കിട്ടാനും പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 10,000 സെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്യാപിറ്റൽ പക്ഷേ കുറവായിരിക്കും. നമുക്ക് നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടി മാത്രം നമ്മളതിനെ 10,000 സെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് സെൻഡ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യും. ഓക്കെ, ഇനി സെൻഡ് അക്കൗണ്ടല്ല നമ്മുടെ $500 മേളിലാണ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് തന്നെ നമുക്ക് റിയൽ USD അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് $100 അല്ല അതിലും താഴെയുള്ള എമൗണ്ട് യൂസ് ചെയ്യാം. സെൻഡ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് $10 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മിനിമം $10 ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു അൽഗോ റൺ ചെയ്യാൻ പറ്റും. $10 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും റിട്ടേൺ ഒന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വന്നത് $10 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് വലുതായിട്ടൊന്നും എടുക്കാനുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് ഫേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സെൻഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. എപ്പോഴും ഡെമോ അക്കൗണ്ടിനെക്കാട്ടിയും നിങ്ങൾക്ക് ബെറ്ററാണ് സെൻഡ് അക്കൗണ്ട്. ഓക്കെ, സെൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെമോ അക്കൗണ്ടിനെക്കാട്ടിയും ബെറ്റർ ആയിരിക്കും. കാരണം കുറച്ചുകൂടെ മാർക്കറ്റിനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. റിയൽ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. പക്ഷേ നമ്മളെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ എക്സ്എൻഎസ് ബ്രോക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ടുമായിട്ട് കുറച്ചുകൂടി സ്പ്രെഡ് കൂടുതലാണ് സ്റ്റാൻഡേർഡ് സെൻഡ് അക്കൗണ്ടിന്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് സെൻഡ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ റിയൽ അക്കൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഗോൾഡിന് 16 പിപ്പാണ് സ്പ്രെഡ് വരുന്നത്.
അത് എനിക്ക് തോന്നുന്നു സെൻറ്റിലോട്ട് വരുമ്പോൾ 20 പിപ്പിലോട്ട് മാറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്കവിടെ അറിയാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് പ്രോഫിറ്റിലും ലോസിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിയൽ മാർക്കറ്റിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സെൻഡ് അക്കൗണ്ട് യൂസ് ചെയ്താൽ മതി. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു അൽഗോയുടെ കറക്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അൽഗോയുടെ ഡെമോ വെർഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഡെമോ വെർഷനും അതേപോലെ തന്നെ റിയൽ വെർഷൻ തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. സെയിം ഫയൽ തന്നെയാണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളിലും അതിൻ്റെ ഓപ്ഷൻസിലൊന്നും ഒരു മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല. പക്ഷേ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഡെമോ ആണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ $100 മേളിൽ, എക്സാമ്പിൾ 100 സെൻറ്റ് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 സെൻറ്റിന് മേളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ പെയ്ഡ് ചെയ്തിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് 10,000 സെൻറ്റ് $100 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു അൽഗോ യൂസ് ചെയ്യാം. ഡെമോ അക്കൗണ്ട് എന്നുള്ള പർപ്പസിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാം ടെസ്റ്റിംഗ് ഫേസിലായിട്ട്. അപ്പോൾ ഇതിന് മേളിൽ നിങ്ങൾ ക്യാപിറ്റൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ $1,000 ഒക്കെ ഇട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, $1,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റും. എത്രത്തോളം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലിട്ടൊക്കെ നോക്കാം. ഓക്കെ.